ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ മോളെ വിളിക്കാൻ വേണ്ടി സ്കൂളിൽ പോവാണേ. ഭയങ്കര സന്തോഷത്തിലാണ് സ്കൂളിൽ നിന്ന് വന്നത് തന്നെ. കയ്യിലൊരു പേപ്പറും പിടിച്ചിട്ടാണ് വന്നത്. അത് സൈക്കിളിൻ്റെ പരസ്യമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നേരെ പോയത് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിലേക്കാണ്. മാസാവസാനം ആയതുകൊണ്ട് ഞങ്ങൾ വീട്ടിലെ സാധനമെല്ലാം കഴിയാനായി. പിന്നെ ശരിയെന്ന് പറഞ്ഞ് സപ്ലൈകോയിൽ പോയി കുറച്ച് പർച്ചേസ് എല്ലാം ചെയ്തു. എല്ലാം നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ ഞങ്ങൾ അങ്ങനെ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്ത് സാധനങ്ങളെല്ലാം ആക്കിയിട്ട് നേരെ പോയത് ബേക്കറിക്കാണ്. സ്കൂൾ വിട്ട് വന്നതുകൊണ്ട് പിന്നെ അറിയാമല്ലോ, ബേക്കറിയിൽ പോയിട്ട് ഒരു പപ്സും ഒരു ചെറിയ ജ്യൂസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമായി അവൾക്കൊരു വിശപ്പുണ്ട്. സ്കൂൾ വിട്ട് വന്നൊരു വിശപ്പാണല്ലോ. പിന്നെ വന്നതും അവൾ കൈകാലി കഴുകി വേഗം പോയി പപ്സെല്ലാം കഴിച്ചു. അപ്പോഴേക്കും ഞാൻ എൻ്റെ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് പാത്രം കഴുകുകയൊക്കെ ചെയ്തത്. പുറത്ത് നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പുറത്തത്തെ പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നേരെ തുണിയെടുത്ത് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടത്. അലക്കല്ലിൽ തിരുമ്പാന്ന് പറഞ്ഞാൽ മഴ കാരണം കൊണ്ട് അത് നടക്കില്ല. അപ്പോൾ പിന്നെ നേരെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ടു. പിന്നെ വാഷിംഗ് മെഷീനിൽ ഞാൻ പിന്നെ ലിക്വിഡൊന്നും യൂസ് ചെയ്യാറില്ല, സോപ്പ് പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോപ്പ് പൊടി ഒരു അളവിലാണ് ഇടും. പിന്നെ മണത്തിന് വേണ്ടിയിട്ട് കംഫർട്ടും കൂടി ആഡ് ചെയ്യും കേട്ടോ. കംഫർട്ട് ഒരു മൂടി ഒഴിച്ചു എന്ന് പറഞ്ഞാൽ മതിയാവും. പിന്നെ കംഫർട്ടെല്ലാം ഒഴിച്ച് മെഷീനെല്ലാം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസം കഴുകിയിട്ട് തുണികളെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ തുണികളെല്ലാം എടുത്ത് കൊണ്ടുപോകുമ്പോഴേക്കും മോൾക്ക് ട്യൂഷന് പോകാൻ സമയമായി. പിന്നെ അവളെ ട്യൂഷനിലേക്ക് അയച്ചു വിട്ടിട്ടാണ് വീട്ടിലത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ മോളെ ട്യൂഷന് അയച്ചിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ 2 പട്ടിയുണ്ട്. 2 പട്ടികൾക്കും ഫുഡ് കൊടുക്കുകയാണ്. ഫുഡ് കൊടുത്ത് പാത്രമെല്ലാം കഴുകി വെച്ച ശേഷം ഞാൻ പോയി നേരെ തുണിയെല്ലാം മടക്കി വയ്ക്കുകയായിരുന്നു. മടക്കി വെച്ച ശേഷമാണ് വീട്ടിലത്തെ ബാക്കി വർക്കെല്ലാം ചെയ്തത്. എല്ലാ തുണികളും പിന്നെ ഞാൻ തുണിയെല്ലാം മടക്കി വെച്ച ശേഷം വീട്ടിൽ ക്ലീനിങ് ആയിരുന്നു. വീട്ടിൽ എല്ലാവരും രാവിലെ പോയി വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊടികളൊന്നും ഉണ്ടാവില്ല. പിന്നെ അടിച്ച് തുടച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും വിളക്ക് വയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.